നിജേഷ്, ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയാവുന്നത് രണ്ടിടത്താണല്ലോ. ഒന്ന് ആലത്തൂരിൽ, മറ്റൊന്ന് തൃശ്ശൂരിൽ. ഈ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം അറിയാമായിരുന്നു. അവിടേക്ക് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുപോകുന്ന രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെ ടി.എൻ. പ്രതാപന്റെ ചുവരെഴുത്തുകൾ മാറ്റി കെ മുരളീധരനെ എത്തിക്കുന്നു. മറുഭാഗത്ത് വടകരയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലിനെ അവതരിപ്പിക്കുന്നു. ഈ നീക്കം അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തു അല്ലെങ്കിൽ ദോഷം ചെയ്തു? എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ വലിയ ഗുണം ചെയ്തു. ശ്രീ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യാത്തത് കൊണ്ടല്ല. നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സാഹചര്യം തൃശ്ശൂരിൽ ഉരുത്തിരിഞ്ഞു വന്നു. അത് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വളരെ പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കാൻ അവിടെ സാധിച്ചു. അതിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു. BJP ജയിച്ചു എന്ന് പൂർണ്ണമായി പറയാൻ ഞാനും ആളല്ല. സുരേഷ് ഗോപി ജയിച്ചു, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നേരത്തെ 18 സീറ്റായിരുന്നു ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് UDF ഉണ്ടായിരുന്നത്. ആ 18 സീറ്റ് ഇപ്പോഴും നിലനിർത്തി. അതിലൊന്ന് BJPക്ക് പോയി. ആലത്തൂർ നേരത്തെ അറിയാം, CPM എപ്പോഴും 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിക്കുന്ന സീറ്റാണ് ആലത്തൂർ. കഴിഞ്ഞ തവണ രമ്യ അവിടെ 1,71,000 വോട്ടിന് ജയിച്ചിരുന്നു. അതാണല്ലോ ഏറ്റവും പ്രധാനം. 1,71,000 സ്ഥാനാർത്ഥി തോൽക്കുന്നു. അപ്പോൾ എത്രത്തോളം വോട്ടുകൾ മറുഭാഗത്തേക്ക് ചാഞ്ഞു എന്നുള്ളതാണല്ലോ. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആലത്തൂർ എപ്പോഴും ഇടത് പക്ഷത്തോടൊപ്പം നിന്നിരുന്ന മണ്ഡലം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു അവസരം ലഭിക്കുകയായിരുന്നു രമ്യയ്ക്ക്. ആ അവസരത്തെ പ്രയോജനപ്പെടുത്തുക, 5 വർഷത്തെ അവസരത്തെ പ്രയോജനപ്പെടുത്തുക എന്നതല്ലേ പ്രധാനപ്പെട്ടത്? അല്ല, അവിടെ രമ്യ എന്ന പാർലമെന്റ് അംഗം ഏതെങ്കിലും രീതിയിൽ മോശമായിരുന്നോ എന്നോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ പിറകിലായിരുന്നോ എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾ വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. 1 ലക്ഷത്തോളം വോട്ടുകൾക്ക് എപ്പോഴും CPM ജയിച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ വോട്ട് ഇത്തവണ 20,000 വോട്ടിന് മാത്രമാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, രമ്യയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആക്ഷേപിച്ച സമയത്ത് കേരളത്തിലെ പൊതുസമൂഹം ഒരു വലിയ സിംബലായിക്കൊണ്ടാണ് രമ്യയ്ക്ക് വോട്ട് ചെയ്തത്. ഒരു വല്ലാത്ത രീതിയിൽ ആളുകളെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു, ഒരു പ്രതിഷേധ വോട്ട് കൂടിയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായത്. രാഷ്ട്രീയ വോട്ടിനപ്പുറത്ത് ഒരു പ്രതിഷേധ വോട്ടായിരുന്നു ഉണ്ടായത്. ആ പ്രതിഷേധ വോട്ടുകൾ സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടിയിലേക്ക്. നമുക്കറിയാം, ബിജുവിൻ്റെ മത്സരിച്ച സമയത്ത് ഒരു ബൂത്ത് ഏജന്റുള്ള ബൂത്തിനകത്ത് ഒറ്റ വോട്ട് പോലും കിട്ടാത്ത 0 വോട്ട് കിട്ടിയ സാഹചര്യമുണ്ട്. അതൊക്കെ നമുക്കറിയാമല്ലോ. CPMന്റെ കേഡറുകൾ വന്നിട്ടാണ് പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തിയത്. അതിലൊരു ഭാഗം തിരിച്ചുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ പരാജയമായിട്ട്. ഒപ്പം ഈ ആറ്റിങ്ങലിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അതാകട്ടെ കൃത്യമായ ഫൈറ്റ് കൊടുക്കാൻ ഇടത് സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല അവിടെ BJP സ്ഥാനാർത്ഥിക്കും മുരളീധരനും അടക്കം സാധിച്ചു എന്നുള്ളതാണ്. ഏറ്റവും അവസാന ലാപ്പിൽ ആണ് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് 1708 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആറ്റിങ്ങലിൽ കയറിക്കൂടുന്നത്. മറിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയാലും വലിയ ഒരു മാർജിൻ അവകാശപ്പെടാനില്ല. മാത്രവുമല്ല, ഒരു ഘട്ടത്തിൽ തുടർച്ചയായി രാജീവ് ചന്ദ്രശേഖരൻ ഈ ലീഡ് നിലനിർത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എല്ലാ കാലത്തെയും പോലെ തീരദേശ മേഖല ഇത്തവണയും പിന്തുണച്ചു എന്നതൊഴിച്ചു നിർത്തിയാൽ തിരുവനന്തപുരവും അത്ര സേഫ് അല്ല എന്ന് വേണമല്ലോ അനുമാനിക്കാൻ. അല്ല, നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ വലിയ ഭൂരിപക്ഷം നമ്മൾ കാണുമ്പോഴാണ് 15,000 വോട്ട് ചെറിയ ഭൂരിപക്ഷമാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾക്കറിയാം, 2014 കോഴിക്കോട് MP ശ്രീ MK രാഘവേട്ടൻ വിജയിച്ചത് 838 വോട്ടുകൾക്കായിരുന്നു. അന്ന് 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് കിട്ടിയ 2 മണ്ഡലമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വയനാടും ഒന്ന് മലപ്പുറവും. അതിനപ്പം ബാക്കിയെല്ലാം 50,000 താഴെയുള്ള ഭൂരിപക്ഷമായിരുന്നു ഏറ്റവും മികച്ച ഭൂരിപക്ഷം. രണ്ടാമത്തെ തവണ രാഘവട്ടം അത് 16,000 ആയപ്പോൾ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമായിരുന്നു. പക്ഷെ പിന്നീട് അത് 86,000-ഉം 1,40,000-ഉമായി. അതുകൊണ്ട് 15,000 വോട്ട് മോശം ഭൂരിപക്ഷമാണ് എന്നല്ല. രാജീവ് ചന്ദ്രശേഖരൻ പണം ഒഴുക്കിക്കൊണ്ടുള്ള പ്രചരണം, നിങ്ങൾക്കൊക്കെ പണം ഒഴുക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണം നടത്തും. വാഗ്ദാനങ്ങൾ, യുവാക്കൾക്ക് പ്രത്യേകം, മന്ത്രി എന്ന നിലയ്ക്ക് ഇതെല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ടാണ് ശശി തരൂർ അവിടെ വിജയിച്ചത്. അത് ഞങ്ങൾക്ക് തിളക്കമാർന്ന വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കാലഘട്ടം ഉണ്ടായിരുന്നു. തീർച്ചയായും വലിയ ഡേറ്റകൾ സമാഹരിച്ചുകൊണ്ട് കൃത്യമായി വോട്ട് ഇവിടെ ആണ് നഷ്ടപ്പെട്ടത്. അത്തരം ഡേറ്റകളിലേക്ക് പോയി എനിക്കും ചോദ്യം ചോദിക്കാൻ പറ്റാത്ത സമയം തന്നെയാണ്. നമ്മൾ